ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് വളരെ അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. ചിലപ്പോൾ ചില മക്കളൊന്നും തുടക്കത്തിലൊന്നും പഠിച്ചില്ല. ഇപ്പോൾ ഓണം എക്സാം കയ്യിൽ നിന്ന് പോയ സമയത്താണ് മനസ്സിലായത് ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല, ഇനിയെങ്കിലും ഞാൻ നന്നായിട്ട് പഠിക്കണം എന്നുള്ളൊരു തീരുമാനമൊക്കെ എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്കത് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ ഡ്രോപ്പായി പോയിട്ടുണ്ടാവും അല്ലേ. അപ്പം ഇങ്ങനെയുള്ള മക്കളാണ് അല്ലേ മിസ് ഇപ്പോൾ ഈ പറഞ്ഞ ഫസ്റ്റ് കാറ്റഗറിയിലാണ് നിങ്ങളുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അതല്ല ചില മക്കൾ നല്ല രീതിക്ക് അവരുടെ കംപ്ലീറ്റ് എഫേർട്ട് എടുത്ത് ചിലപ്പോൾ നല്ല മാർക്സ് കുറഞ്ഞു പോയതുകൊണ്ട് ഇനി അതെല്ലാവരെ കൊണ്ടും നമ്മളെ കളിയാക്കിയവരെ കൊണ്ടായിക്കോട്ടെ, നമ്മൾ മോശമായിട്ട് കണ്ടവരോടായിക്കോട്ടെ, ഇവർക്കൊക്കെ ഒരു മറുപടി കൊടുക്കണം എന്നുള്ള രീതിയിൽ ക്രിസ്മസ് എക്സാം ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടാകും. പക്ഷേ നമ്മുടെ ചുറ്റുപാടുകൾ ചിലപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ പാരൻസ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. അവനിപ്പോൾ ഇങ്ങനെ പഠിക്കുന്നുണ്ടല്ലേ, അവളിപ്പോൾ പഠിക്കുന്നുണ്ട്, അവളെ കൊണ്ട് അതൊന്നും പറ്റുമൊന്നുമില്ല അല്ലേ, ഓണം എക്സാമിന് അവൾക്ക് ഇത്ര മാർക്സ് കുറവായിരുന്നു, അവളിനി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ക്രിസ്മസ് എക്സാമിന് മാർക്സ് വാങ്ങിക്കുക. അങ്ങനെ നിങ്ങൾ പലതരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് കേട്ട് വിഷമിച്ചിരിക്കുന്നവരുണ്ടാകാം. അപ്പം നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിലാണെങ്കിൽ അതും എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യാം. അപ്പം നിങ്ങളോടാണ് മിസ്സിന് പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഇതെല്ലാം മാറ്റി ഒരു പുതിയ സ്റ്റാർട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ കളിയാക്കിയവരായിക്കോട്ടെ, നമ്മളെ മോശമായിട്ട് കണ്ട ആൾക്കാരായിക്കോട്ടെ, അവരുടെ മുന്നിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം നിങ്ങളെ കൊണ്ട് പറ്റും. ഓക്കെ, നിങ്ങൾക്കും ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കണം. ഒരു പുതിയ സ്റ്റാർട്ടിങ് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ എൻ്റെ മക്കൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ കാണാം. അപ്പം ഇതിൽ മിസ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എൻ്റെ കുട്ടികളോട് മിസ്സിന് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. സോ തുടക്കം പറഞ്ഞതുപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ആ പ്ലാൻ നിങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളുടെ ഈ ഒരു പുതിയ സ്റ്റാർട്ടിങ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ പഠിച്ചു തുടങ്ങി ചിലപ്പോൾ നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മുടെ മോട്ടിവേഷൻ കുറയും, അല്ലെങ്കിൽ നമ്മളുടെ ശ്രദ്ധ മാറുമൊക്കെ ചെയ്തിട്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കളിയാക്കലുകൾ കാരണം നിങ്ങളുടെ പ്ലാൻ നിങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാർട്ടിങ് അതുപോലെ ആയിരിക്കരുത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഈ ഒരു പ്ലാനിങ് നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നില്ല. ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളത് ഡ്രോപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ മക്കൾ ഈ ഒരു വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടാൽ മതി, അല്ലെങ്കിൽ ഈ ഒരു സമയം കൂടെ വേസ്റ്റ് ആവും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, ഡ്രോപ്പ് ഒന്നും ചെയ്യാതെ നമ്മൾ തുടർച്ചയായിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ആദ്യത്തെ തോട്ട് എന്ന് പറയുന്നത്, നമ്മൾ ആരും തന്നെ ലേറ്റ് ആയിട്ടില്ല. ഇപ്പം പല മക്കളും പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ചിന്ത, അയ്യോ ഇത്രയും സമയം പോയില്ലേ, ഇനിയിപ്പോൾ ഇതപ്പോൾ നമ്മൾ എത്രയായി, ഒക്ടോബർ പകുതി ആകാറായിട്ടുണ്ട്, ഇനിയിപ്പോൾ ഒരു നവംബറും കൂടെ അല്ലേ ഉള്ളൂ അല്ലേ, കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു നവംബർ മാസവും പിന്നെ ഒരു 15 ദിവസം എക്സ്ട്രായും കൂടി ഒരു 45-50 ദിവസം ഉണ്ടാവും. ഈ ഒരു കുറച്ച് സമയം കൊണ്ട് എനിക്ക് ക്രിസ്മസ് എക്സാമിൻ്റെ കംപ്ലീറ്റ് പോർഷനും ഓണം എക്സാമിൻ്റെ പോർഷനും കൂടി എനിക്ക് തീർക്കാൻ പറ്റുമോ? യെസ്, ഉറച്ച് വിശ്വസിക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും തീർക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഭയങ്കര ലേറ്റ് ആയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കര ലേറ്റായി എന്ന് പറയുന്നത് എപ്പോഴാണ്, നാളെയാണ് നിങ്ങളുടെ എക്സാം, അല്ലെങ്കിൽ എൻ്റെ ഒരു ആഴ്ച കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം തുടങ്ങാൻ പോവാണ്, നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല, ആ സമയത്ത് നിങ്ങൾ ലേറ്റാണ്. യു ആർ ടു ലേറ്റ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. പക്ഷേ ഇപ്പം എൻ്റെ കുട്ടികളൊന്നും തന്നെ ആ ഒരു ഫേസിലല്ല ഉള്ളത്. നിങ്ങളുടെ മുന്നിൽ ഒരു 50 ദിവസത്തോളം മുന്നിലുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങൾ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യാതെ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പല്ലേ നിങ്ങൾക്കൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ പറഞ്ഞ ആൾക്കാരെ കൊണ്ടൊക്കെ മാറ്റി പറയിപ്പിക്കാനും നമ്മൾക്ക് നല്ല രീതിക്ക് പഠിച്ച് ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിന് ചെയ്യേണ്ടത്, ഇനിയുള്ള ഈ ദിവസങ്ങൾ നമ്മൾ പഠിക്കുമ്പം എന്തെങ്കിലുമൊക്കെ പഠിച്ച് ആരെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കാൻ ആ രീതിയിലുള്ള പഠിത്തം അല്ല നമുക്ക് വേണ്ടത്, നമ്മളുടെ ലെവൽ ബെസ്റ്റ്. ഓക്കെ, മിസ് ഒരിക്കലും പറയില്ല അവരെ പോലെ പഠിക്കണം, ടോപ്പേഴ്സിനെ പോലെ പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആവണം അങ്ങനെ ആവണം, ഒരിക്കലും മിസ് പറയില്ല. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. അത് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ്. കാരണം നിങ്ങൾ ഓരോരുത്തരും യുണീക്കാണ് മക്കളെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടേതായിട്ടുള്ള കഴിവുണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ബെസ്റ്റ് കൊടുക്കാനുള്ള കഴിവുണ്ട്. അതെൻ്റെ കുട്ടികൾ കൊടുക്കാൻ റെഡിയാണെങ്കിൽ പിന്നെ ഒരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നണം, ഞാൻ അവളെപ്പോലെ പഠിച്ചോ, ഞാൻ ഇവളെപ്പോലെ പഠിച്ചോ, എനിക്ക് ഇവളെക്കാളും മാർക്ക് ഉണ്ടാവോ, അവനേക്കാളും മാർക്ക് ഉണ്ടാവോ. അതല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് പഠിച്ചോ, അത്
എൻ്റെ മക്കൾക്ക് നിങ്ങൾ ഓരോ ദിവസവും ഇനി അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം, ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് പഠിച്ചു പോകും. പിന്നെ അടുത്തൊരു കാര്യം എൻ്റെ മക്കൾ മനസ്സിലാവേണ്ടത്, ഇനി പഠിച്ചു തുടങ്ങണം. ഈ കാര്യങ്ങളൊക്കെ കേൾക്കാനും അതുപോലെ തന്നെ ഇങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കാൻ തുടങ്ങാനും ഈസിയാണ്. ഓക്കെ, അത് നിങ്ങൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങൾ നമ്മളുടെ എക്സാമിനറിൻ്റെ ബാച്ചിലുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം റെഗുലറായിട്ട് നമുക്ക് ലൈവ് ക്ലാസ്സുകളുണ്ട്. ആ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾ റെഗുലറായിട്ട് ഫോളോ ചെയ്തിരിക്കണം. ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാതെ എല്ലാ ദിവസങ്ങളിലുള്ള ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾ കാണണം. പിന്നെ ആ ചാപ്റ്റർ കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് വർക്ക്ഷീറ്റുകൾ ചെയ്യാനുണ്ടാകും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ അതൊക്കെ ചെയ്യാനുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാം ഉണ്ടാകും ചാപ്റ്റർ വൈസ്. അപ്പോൾ ചാപ്റ്റർ വൈസ് എക്സാം അങ്ങനെ എന്താണോ നിങ്ങൾക്കുള്ളത് അത് നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മുടെ ക്ലാസ് നമ്മൾ പ്രോപ്പറായിട്ട് കാണണം. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യങ്ങൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വർക്ക്ഷീറ്റിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ കമ്പൽസറി ആയിട്ട് ചെയ്തിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ടെങ്കിൽ എക്സാം ഉള്ള സമയത്ത് എക്സാം അറ്റൻഡ് ചെയ്യണം. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ കുറച്ച് മക്കൾ പറയുന്നുണ്ടാവും മിസ് ഞങ്ങൾ ബാച്ചിലില്ല, അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ പഠിക്കുന്നുണ്ടാവില്ലേ മക്കളെ, ആ രീതിയിൽ ചെയ്യാം. ഇനി അതല്ല, ഇപ്പോഴാണ് നമ്മുടെ ബാച്ചിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴാണ് ഇങ്ങനെ ലൈവ് ക്ലാസ്സും എക്സാമും വർക്ക്ഷീറ്റും ഒക്കെ ഉള്ളതെന്ന് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും ലേറ്റ് അല്ല. നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. അങ്ങനെയാണെങ്കിൽ മിസ് ഈ പറഞ്ഞ പോലത്തെ ഉള്ള കാര്യങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു പോയിന്റ് നിങ്ങളിപ്പോൾ ബാച്ചിലുള്ള മക്കളാണെങ്കിൽ നിങ്ങൾക്ക് റെഗുലറായിട്ട് കാര്യങ്ങൾ കിട്ടും. ഇനി അതല്ല ബാച്ചിലില്ലാത്ത മക്കളാണെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കണം. റെഗുലറായിട്ട് നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്നതായിക്കോട്ടെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക, അതിന് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഈ കാര്യങ്ങൾ എൻ്റെ കുട്ടികൾ ചെയ്തിരിക്കണം. അതിന് നമുക്ക് ഒരു എക്സ്ക്യൂസും ഇല്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്യണം. ആൻഡ് ആ സമയത്തായിരിക്കും നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവാം, മിസ് ബാക്ക്ലോഗ്സ് ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഓണം എക്സാമിൻ്റെ പോർഷൻസ് എനിക്ക് ബാക്കിയുണ്ട്, അപ്പം ഞാൻ എന്താണ് ചെയ്യുക? ഞാൻ ഇനിയുള്ളത് പഠിക്കാൻ റെഡിയാണ്, അപ്പോൾ ഈ ബാക്ക്ലോഗ്സ് ഞാൻ എന്താ ചെയ്യുക? ബാക്ക്ലോഗ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെൻഡിങ് ഉള്ള ചാപ്റ്റേഴ്സ്, അത് എന്ത് ചെയ്യും? അപ്പോൾ അതെൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത്, അത് നമുക്ക് മാജിക്കലി നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കത് വരില്ല, നമ്മളത് പഠിക്കുക തന്നെ വേണം. അപ്പോൾ ഇത് പഠിക്കാൻ നമ്മൾ എക്സ്ട്രാ ടൈം നമ്മളുടേതായിട്ട് കണ്ടുപിടിക്കണം. കാരണം ഇതും കൂടെ കംപ്ലീറ്റ് ചെയ്തെങ്കിലേ നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിസ് ഞാൻ സ്റ്റാർട്ടിങ് മുതലേ ഇപ്പോൾ തുടങ്ങിയാലോ? അതൊരു മണ്ടത്തരായിപ്പോവും. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇപ്പോൾ ലൈവ് ക്ലാസ് ആണ് നിങ്ങൾ കാണുന്നത്, നമ്മുടെ ബാച്ചിലുള്ള മക്കളാണെങ്കിൽ ആ ലൈവ് ഫോളോ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾ സ്കൂളിലുള്ള ക്ലാസ്സുകളാണ് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലാണെങ്കിൽ ആ രീതിയിൽ ഫോളോ ചെയ്യാം. അതിൻ്റെ കൂടെ എക്സ്ട്രാ ടൈം നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള പറ്റും. കാരണം കുറേ ടൈം നമ്മൾ അനാവശ്യമായിട്ട് കളയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ ആ സമയമെല്ലാം കട്ട് ഷോർട്ട് ചെയ്ത് വെട്ടിച്ചുരുക്കി നിങ്ങളുടെ ഈ ഒരു ബാക്ക്ലോഗ്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. അങ്ങനെ ഇനി വരുന്ന 50 ദിവസങ്ങളിൽ 45 ദിവസങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കാൻ റെഡി ആണെങ്കിൽ ആർക്കും എൻ്റെ മക്കളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. ഇനിയൊരു കളിയാക്കൽ നമ്മൾ കേൾക്കേണ്ടി വരില്ല. ഓക്കെ, ഇനി നമ്മൾ നിൽക്കുന്നത് ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിയിട്ടായിരിക്കും. ആ ഒരു പേപ്പർ അഭിമാനത്തോടെ കാണിച്ചുകൊണ്ടായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. എന്നെക്കൊണ്ട് പറ്റുമോ? ഇത് ഞാൻ പഠിച്ച് തീരുമോ? ഇത് ഞാൻ പഠിച്ച് തീർന്നിട്ടില്ലെങ്കിൽ ഇനി എന്താവും? ഇതെല്ലാം കൂടി എനിക്കിനി എപ്പോഴാണ് തീർക്കാൻ പറ്റുക? ഇതെല്ലാം കൂടി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ എനിക്ക് എക്സാമിന് ഓർമ്മ കിട്ടുമോ? ക്വസ്റ്റ്യൻ പേപ്പർ ഹാർഡാവുമോ? അല്ല അവരെന്നെ അങ്ങനെ പറയുമോ? അവരെന്നെ ഇങ്ങനെ പറയുമോ? പ്രസൻറ്റിൽ ജീവിക്കുക. ആ പ്രസൻറ്റിൽ ജീവിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കണം. ഓവർ തിങ്കിങ് എപ്പോഴും നമ്മുടെ സമയം കളഞ്ഞ് നമ്മളാകെ ടെൻഷനാക്കി സ്ട്രെസ്സാക്കി ഇപ്പോൾ ഉള്ളതും കൂടെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആക്കുള്ളൂ. അതൊന്നും എൻ്റെ കുട്ടികൾക്ക് ആവശ്യമില്ല. മിസ് ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ റെഡിയാണെന്ന് മനസ്സറിഞ്ഞ് അങ്ങോട്ട് കമൻറ്റ് ചെയ്യുക, ചെയ്ത് തുടങ്ങുക. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ മക്കൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ലേറ്റ് അല്ല, താഴെ കാണുന്ന നമ്പറിൽ എൻ്റെ കുട്ടിയൊക്കെ മെസ്സേജ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ബാക്ക്ലോഗ്സ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു പോയിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ റെക്കോർഡഡ് ആയിട്ടുള്ള ലൈവ് നിങ്ങൾക്ക് കിട്ടും. ആ ലൈവ് കണ്ടിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. താല്പര്യമുള്ള മക്കളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മളിനി കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളിനി ഒരു ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു മിസ് നിങ്ങളുടെ എക്സാം എന്ന് ചോദിക്കുമ്പോൾ മിസ് ഞാൻ എൻ്റെ ബെസ്റ്റ് ചെയ്തു എന്ന് എൻ്റെ കുട്ടിയൊക്കെ നെഞ്ചത്ത് കൈവച്ച് സത്യമായിട്ട് പറയാൻ പറ്റണം. അതിലെല്ലാവർക്കും പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അടിപൊളിയായിട്ട് പഠിക്കുക.